ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഉച്ചത്തെ ഒരു വിശേഷങ്ങളായാലോ. ഇന്നിപ്പം നമുക്ക് കുറച്ച് പൊടിമീൻ കിട്ടിയിട്ടുണ്ട്. പുഴമീനാണേ. അപ്പോൾ ഇന്ന് നമുക്ക് ആ പുഴമീൻ കറി വെക്കാം. 1-2 വറക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതേ പുഴമീനാണിത്. വറ്റയുണ്ട്, ചെറിയ വറ്റ, പിന്നെ മത്തിയുണ്ട്. ഇത് പൂമീൻ എന്നാണ് പറഞ്ഞത്. അത് 2 ഉണ്ട്. പിന്നെ ഒരു കുട്ടൻ കുഞ്ഞ്, പിന്നെ കൊഴുവ മേടിച്ചിട്ടുണ്ട്. കൊഴുവ ഇപ്പം ഞാൻ എടുക്കുന്നില്ല, മീൻ എടുക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് വെട്ടി തേച്ച് കഴുകി എടുക്കാം. അപ്പോൾ ഇതേ മീനൊക്കെ ഞാൻ വെട്ടി തേച്ച് കഴുകി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇത്തിരി തേങ്ങ അരച്ച് വെക്കാം, എന്നാലാണ് ഒരു രുചി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ തേങ്ങ ചിരകിയത് നമുക്ക് 2 പിടുത്തം തേങ്ങയുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കണേ. അപ്പോൾ മുളക് എടുത്തേക്കണേ നമ്മുടെ ഉണ്ടമുളകാണ് എടുത്തേക്കണേ. ഇപ്പോൾ ഇത്തിരി വലിപ്പം കുറവാണ് ഇതിന്. ആദ്യം ഉണ്ടായതിനൊക്കെ നല്ല വലിപ്പം ഉണ്ടായിരുന്നേ. അപ്പം ഞാൻ ആ പൂമീനൊക്കെ വറക്കാൻ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി. ഞാനിപ്പോൾ ഇത് ചെറിയ ടീസ്പൂണിനാണ് എടുക്കണേ. അപ്പോൾ എടുക്കുമ്പം 2 വലിയ സ്പൂൺ മുളക് പൊടി വേണേ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഒരല്പം വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയേ. ഇനി നല്ലപോലെ അരച്ചെടുക്കാം. അപ്പം ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഒരു വലിയ സ്പൂണിന്. അതിലേക്ക് ഒരല്പം കടുകിട്ട് കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായിട്ട് വേണേ കടുകിട്ട് കൊടുക്കാനായിട്ട്. കടുക് നല്ലതുപോലെ പൊട്ടണം. ഇപ്പോൾ കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. കടുക് പൊട്ടിയില്ലെങ്കിൽ ഒരു കയ്പ്പ് രസം ഉണ്ടാവുമേ. ഇനി ഇതിൽ വേണമെങ്കിൽ നമുക്ക് 2 തരി ഉലുവ ഇടാം. ഞാൻ പക്ഷേ ഉലുവ ഇടുന്നില്ല. അപ്പോൾ ചുവന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വട്ടത്തിലാണ് അരിഞ്ഞിരിക്കണേ. ഒരു 4-5 വെളുത്തുള്ളിയല്ല, ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. വട്ടത്തിൽ ചെറുതാക്കി കനം കുറച്ച് അരിഞ്ഞും വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതും കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളി നല്ലതുപോലെ മൂക്കണേ. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ചട്ടി നല്ലതുപോലെ ചൂടായതുകൊണ്ട് പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും. ഇനി നമുക്കിതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. കറിവേപ്പിലയും ചുവന്നുള്ളിയും നല്ലതുപോലെ മുരിയട്ടെ. ഇനി ഉള്ളി ഒന്ന് മുരിഞ്ഞിട്ട് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന മഞ്ഞളും മുളകും തേങ്ങയും അരച്ച് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് നിറം മാറണേ ഉള്ളിയുടെ. അപ്പോൾ ഉള്ളിയൊക്കെ നിറം മാറി വരുന്നുണ്ട്.
ഇനി നമുക്കിതിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇട്ട് കൊടുക്കാം. കൊണ്ട് നല്ല പോലെ അരച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ മൂക്കണം. ഈ മുളകിൻ്റെയൊക്കെ പച്ചമണം മാറുന്ന വിധം ഇളക്കി കൊടുക്കണേ. മഞ്ഞളിൻ്റെയും മുളകിൻ്റെയും തേങ്ങയുടെയൊക്കെ ആ പച്ചമണം മാറിക്കിട്ടണം. അന്നേരം ഈ എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വരുവേ. ഇപ്പം മിക്സിയുടെ ജാറിലുള്ള ഇതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണും കൊണ്ട് തോണ്ടിയിട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കണം, അടിക്ക് പിടിക്കാതെ. ഇതേ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1 കപ്പ് മൊത്തമായിട്ട് ഒഴിച്ചിട്ടില്ല. മുളകൊക്കെ നല്ലതുപോലെ മിക്സ് ആവട്ടെ. ഇനി ഇതിലേക്ക് ഒരു 3 അല്ലി കുടംപുളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാങ്ങ ഉണ്ടെങ്കിൽ അത് നല്ലതാണ് ഇടുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ. എൻ്റെ കയ്യിൽ മാങ്ങ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പം ഞാൻ കുടംപുളി ഇട്ട് വെക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. നല്ലപോലെ ഒന്ന് തിള വരട്ടെ. അപ്പോൾ ഇതേ നമ്മുടെ അരപ്പൊക്കെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന മീനും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2ഉം 3ഉം കഷ്ണമൊക്കെ ആയിട്ട് മുറിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഈ പൂമീനിൽ നിറച്ച് മുള്ളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് വറുക്കാനാണ് എടുക്കണേ. മറ്റുള്ളതൊക്കെ വെക്കാനും എടുക്കണേ. നല്ല രുചിയുണ്ട്. ഇപ്പം മീൻ നല്ലതുപോലെ നെയ്യൊക്കെ ഉണ്ടായിരുന്നു. ഈ പൂമീനിലൊക്കെ നെയ്യുണ്ടായിരുന്നു. എല്ലാ മീനിലും നെയ്യുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് പതുക്കെ ഒന്ന് അനക്കിയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ആ ഉണ്ടമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പതുക്കെ ഒന്ന് പൊട്ടിച്ചിട്ടേ ഉള്ളൂ. ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അഞ്ഞട്ടോട് കൂടി തന്നെയാണ് മുറിച്ചിട്ടത്. അപ്പോൾ നല്ലൊരു മണമൊക്കെ കിട്ടും. ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് നമ്മുടെ മീനിൻ്റെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. ഒത്തിരി അങ്ങോട്ട് വറ്റിച്ചെടുക്കണ്ട. ഇത് ചട്ടിയിൽ മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഇരിക്കുമ്പം ഇത് നല്ലതുപോലെ ഒന്ന് കുറുകി കിട്ടും. ഇനി ഇതിലേക്ക് ഒരല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ, ഒരു വലിയ സ്പൂണിന്. ഇനി ഒരല്പം ഒരു തണ്ട് കറിവേപ്പില കൈകൊണ്ടൊന്ന് തിരുമ്മിയിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു തുണി കൂട്ടി പിടിച്ചിട്ട് 2 സൈഡിലും പിടിച്ചിട്ടൊന്ന് പതുക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണേ. അപ്പോൾ ഇതേ നമ്മുടെ മീൻകറി, തേങ്ങ അരച്ച് വെച്ച മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഇരിക്കുമ്പോൾ വെള്ളം നല്ലതുപോലെ പറ്റും ചൂടാറുമ്പോഴത്തേനും. ഒത്തിരി പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കുറുകിപ്പോകും ഭയങ്കരമായിട്ട്. ഇനി നമുക്ക് ഈ മീനും കൂടെ ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2-3 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. പൊട്ടിക്കാതെയാണ് ഇടുന്നത്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക്
ഈ മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നിറച്ച് മുള്ളാണിത്, നമ്മൾ ശ്രദ്ധിച്ച് കഴിക്കണം. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കൊടുക്കണം. മുള്ളാണെങ്കിലും പക്ഷേ ഇതിന് നല്ല രുചിയാണ്. ഈ നെയ്യും കൂടെ ഉള്ള സമയമായതുകൊണ്ട്. ഇതിൻ്റെ ഈ പുറം ഭാഗത്തൊക്കെ മുള്ളാണ്, ഈ മുതുക് ഭാഗമായിട്ട്. പിന്നെ വയറിൻ്റെ വശമാണ് മുള്ള്. ഈ നടുഭാഗം മാത്രം മുള്ളില്ലാത്തേ ഉള്ളൂ. ഇതിവിടെ കിടന്ന് മുരിയട്ടെ. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം ഞാനിതിൽ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഒരല്പം കുരുമുളക് പൊടിയും കൂടിയാണ് ഇട്ട് കൊടുത്തത്. മുളക് പറ്റുന്നതൊന്നും കാണിച്ചില്ല, ഒത്തിരി സമയം അങ്ങോട്ട് നീണ്ടു പോവുകയെ, അതുകൊണ്ടാണ് കാണിക്കാതിരുന്നത്. ഇപ്പോൾ ദേ ഒരു വശം നല്ലതുപോലെ മുരിഞ്ഞിട്ടുണ്ട് മീൻ്റെ. ഇനി മോനൊരു ഓംപ്ലേറ്റും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു വെച്ച മീനും, അവന് വാലാണ് ഇഷ്ടം, അപ്പോൾ അതുകൊണ്ടാണ് വാലിട്ട് കൊടുത്തത്. ഒരു വറുത്ത മീനും. ഇന്നത്തെ ഉച്ചത്തെ ഊണാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.